രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചു. സ്റ്റോക്ക് 1379 എന്ന ഇൻട്രാഡേ ലോയിൽ നിന്നും റിക്കവർ ആവുകയും 1411 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 0.5% ഇടിഞ്ഞ് 1411 ഇൻഫോസിസ് ക്ലോസിംഗ് നൽകിയത്. 5.84 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24, ഡിവിഡൻഡ് ഈൽഡ് 2.51%, 52 വീക്ക് ഹൈ 1733, 52 വീക്ക് ലോ 1215. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ടാണ് ഇൻഫോസിസ് പുറത്തുവിട്ടത്. കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് 6 മുതൽ 7% നിന്നും 1 മുതൽ 3% കമ്പനി ചുരുക്കുകയും ചെയ്തു. ഇത് രണ്ടും ഇൻഫോസിസിനെ സംബന്ധിച്ച നെഗറ്റീവ് അപ്ഡേറ്റ് ആണെങ്കിലും പല ബ്രോക്കേജ് ഏജൻസികളും ഇൻഫോസിസിനെ അക്കുമുലേറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബ്രോക്കേജ് ഏജൻസികൾ കമ്പനിയുടെ മോശം പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിൽ ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തെങ്കിലും ഇൻഫോസിസിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രോക്കേഴ്സ് നൽകിയ ടാർഗറ്റ് എല്ലാം ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ അധികം റിസ്ക് എടുക്കാതെ ഡീസൻറ്റ് റിട്ടേൺ നേടാൻ ആഗ്രഹമുള്ളവർക്ക് ഇൻഫോസിസ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. ഡിജിറ്റൽ കേപ്പബിലിറ്റീസിൽ കമ്പനിയുടെ സ്ട്രെങ്ത് വർദ്ധിക്കുന്നതും ലാർജ് ഡീലുകൾ അക്വയർ ചെയ്യുന്നതിനുള്ള കമ്പനിയുടെ മികച്ച ട്രാക്ക് റെക്കോർഡും കൂടാതെ കമ്പനിയുടെ ശക്തമായ അക്കൗണ്ട് മാനേജ്മെൻറ്റിൻ്റെയും പശ്ചാത്തലത്തിലാണ് പല ബ്രോക്കേജ് ഏജൻസികളും ഇൻഫോസിസിനെ അക്കുമുലേറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും ആവശ്യപ്പെടുന്നത്. ഇനി ചില പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളുടെ ടാർഗറ്റും സ്റ്റോക്കിന് നൽകിയ റേറ്റിംഗും മനസ്സിലാക്കാം. ഒന്നാമത്തേത് നൊമൂറ എന്ന ബ്രോക്കേജ് ഏജൻസി 1500 രൂപയുടെ ടാർഗറ്റായിരുന്നു മുമ്പ് ഇൻഫോസിസിന് നൽകിയത്. ഇപ്പോൾ ടാർഗറ്റ് 1400 കുറച്ചിട്ടുണ്ട്. ഈ ക്വാർട്ടർലി റിസൾട്ടിൽ കുറഞ്ഞ റവന്യൂവും മാർജിൻ ഔട്ട്ലുക്കും വീക്ക് ആയതിൻ്റെ പശ്ചാത്തലത്തിലാണ് നൊമൂറ ടാർഗറ്റ് 1400 കുറച്ചത്. 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ 2 മുതൽ 3% ഇടിവ് വരുമെന്ന് നൊമൂറ വിശ്വസിക്കുന്നു. കൂടാതെ 26-27 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറും നൊമൂറയുടെ എസ്റ്റിമേഷനേക്കാൾ താഴ്ന്ന രീതിയിൽ വരുമെന്നാണ് ഇപ്പോഴത്തെ ഗ്രോത്ത് ഗൈഡൻസ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നൊമൂറ 1400 രൂപയുടെ ടാർഗറ്റ് ഇൻഫോസിസിന് നൽകിയിരിക്കുന്നത്. JP മോർഗൻ ഇൻഫോസിസിന് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും 1700 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മുമ്പ് JP മോർഗൻ 1800 രൂപയുടെ ടാർഗറ്റായിരുന്നു ഇൻഫോസിസിന് നൽകിയത്. ഇപ്പോൾ ടാർഗറ്റ് 1700 കുറച്ചു. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ മിസ് ചെയ്തതുകൊണ്ടാണ് ടാർഗറ്റ് കുറച്ചത്. അതേസമയം 2025 ഗ്രോത്ത് ഗൈഡൻസ് 1 മുതൽ 3% എന്ന ഗ്രോത്ത് ഗൈഡൻസ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഗൈഡൻസ് ആയിട്ടാണ് JP മോർഗന് തോന്നുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സെക്ടറിൽ റിക്കവറി വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഷോർട്ട് ടൈമിൽ 4 മുതൽ 5% ഡീസൻറ്റ് റിട്ടേൺ തരുമെന്ന് JP മോർഗൻ എന്ന ബ്രോക്കേജ് ഏജൻസി വിശ്വസിക്കുന്നു. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസിയും 1630 രൂപയുടെ ടാർഗറ്റാണ് ഇൻഫോസിസിന് നൽകിയിരിക്കുന്നത്. Q4 എസ്റ്റിമേഷൻ കമ്പനി മിസ് ചെയ്തെങ്കിലും സ്ട്രോങ് ഡീലുകൾ വിൻ ചെയ്യാനുള്ള കമ്പനിയുടെ കഴിവിനെ ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി അംഗീകരിക്കുന്നു. 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ ഇൻഫോസിസിൻ്റെ ഏണിംഗ് പെർ ഷെയറിൽ 9% CAGR കൂടിയുള്ള ഗ്രോത്താണ് ജെഫ്രീസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി ഇൻഫോസിസിന് ബൈ എന്ന റേറ്റിംഗും 1630 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. UBS എന്ന ബ്രോക്കേജ് ഏജൻസി മുമ്പ് ഇൻഫോസിസിന് 1800 രൂപയുടെ ടാർഗറ്റായിരുന്നു നൽകിയത്. ഇപ്പോൾ ടാർഗറ്റ് 1700 കുറച്ചിട്ടുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഗ്രോത്ത് ഗൈഡൻസ് നിരാശാജനകമാണെന്ന് UBS എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നുണ്ടെങ്കിലും സ്ട്രോങ് ഡീലുകൾ നേടാനുള്ള കമ്പനിയുടെ കഴിവിനെ UBSും അംഗീകരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സെക്ടറിൽ ഒരു റിക്കവറി വരുമ്പോൾ ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച് 1700 വരെ ഉയരുമെന്നാണ് UBSൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വീക്ക് എൻവയോൺമെൻറ്റ് ഡിമാൻഡ് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിമാൻഡ് എൻവയോൺമെൻറ്റിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ ഇൻഡസ്ട്രിയിലെ തന്നെ ലീഡിംഗ് റവന്യൂ ഗ്രോത്ത് ഇൻഫോസിസ് എന്ന കമ്പനി കാഴ്ചവെച്ചേക്കും എന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കറണ്ട് വാല്യൂഷനിൽ ഇൻഫോസിസിനെ അക്കുമുലേറ്റ് ചെയ്യാൻ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറയുന്നുണ്ട്. ബൈ എന്ന റേറ്റിംഗും 1750 രൂപയുടെ ടാർഗറ്റുമാണ് ഇൻഫോസിസിന് കോട്ടക് ഇക്വിറ്റീസ് നൽകിയിരിക്കുന്നത്. മുമ്പ് കോട്ടക് ഇക്വിറ്റീസ് ഇൻഫോസിസിന് 1790 രൂപയുടെ ടാർഗറ്റായിരുന്നു നൽകിയത്. മോത്തിലാൽ ഒസ്വാൾ എന്ന ബ്രോക്കേജ് ഏജൻസിയും ഇൻഫോസിസിൽ ബുള്ളിഷാണ്. ഇവിടെ സെക്ടറിൽ ഒരു സിക്ലിക്കൽ ചേഞ്ച് വരുന്നതോടുകൂടി IT സ്പെൻഡിങ്ങിൽ ആക്സലറേഷൻ ഉണ്ടാവുമെന്നും ഇതുവഴി ഇൻഫോസിസ് എന്ന കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിസർച്ച് റിപ്പോർട്ടിലും പറയുന്നത്. 1650 രൂപയുടെ ടാർഗറ്റാണ് മോത്തിലാൽ ഒസ്വാൾ ഇൻഫോസിസിന് നൽകിയിരിക്കുന്നത്.
ഇത്രയും ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ നൊമൂറ എന്ന ബ്രോക്കേജ് ഏജൻസി ഒഴികെ മറ്റെല്ലാ ബ്രോക്കേജ് ഏജൻസികളും ഇൻഫോസിസിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ മുകളിലുള്ളതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ നാസ്ഡാക്ക് എന്ന ഇൻഡെക്സ് 2% ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത ആഴ്ച ഇന്ത്യൻ IT സെക്ടറിലും വോളറ്റിലിറ്റി വരാനും ചിലപ്പോൾ IT സ്റ്റോക്കുകൾ ഇടിയാനും സാധ്യതയുണ്ട്. IT സ്റ്റോക്കുകൾ ഇടിയുകയാണെങ്കിൽ ഇൻഫോസിസ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് അക്കുമുലേറ്റ് ചെയ്യാം. പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ 1380 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. 1380നും 1400നും ഇടയിൽ സ്റ്റാഗേർഡ് മാനറിൽ ഇൻഫോസിസിനെ അക്കുമുലേറ്റ് ചെയ്യാം. സെക്കൻഡ് അക്കുമുലേഷൻ 1225-അടുത്തോ അല്ലെങ്കിൽ 52 വീക്ക് ലോയ്ക്കടുത്തോ നടത്താവുന്നതാണ്. ഇവിടെ നിന്നും ഇൻഫോസിസ് ഷോർട്ട് ടൈമിലും അതുപോലെ തന്നെ മീഡിയം ടൈമിലും ഒരു ഡീസൻറ്റ് റിട്ടേൺ തരാൻ ശേഷിയുള്ള സ്റ്റോക്കാണ്. അതേസമയം റിസ്ക് വളരെ കുറവുമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് RVNLുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ RVNL 0.73% ഇടിഞ്ഞ് 258-നടുത്ത് ക്ലോസിംഗ് നൽകി. 53,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.04, ഡിവിഡൻഡ് yield 0.83%, 52 വീക്കായി 345, 52 വീക്കിലോ 74. RVNLുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്, RVNL എന്ന സ്റ്റോക്കിന് റീസെൻ്റ്ലി സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും റെയിൽവേ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 440 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിച്ചു. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് അവറിലാണ് വന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും സ്റ്റോക്ക് 4% ഉയർന്ന് 262 വരെ എത്തുകയും ചെയ്തു. അതിനുശേഷം RVNL എന്ന സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും സ്റ്റോക്ക് 258-നടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നു. ഓർഡറുകൾ കമ്പനിയുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ RVNL എന്ന സ്റ്റോക്കിനെ 240-258 എന്ന ലെവലിൽ സ്ട്രോങ് ബേസ് ഫോർമേഷൻ നടക്കുകയാണ്. ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ പല ഇൻവെസ്റ്റേഴ്സും സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. RVNLനെ സംബന്ധിച്ചിടത്തോളം 240 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടും സ്ട്രോങ് ബേസുമാണ്. ഇവിടെ നിന്നും ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നത് സ്റ്റോക്ക് 280, 300 തുടങ്ങിയ ടാർഗറ്റുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും 400 കോടി രൂപയുടെ ഒരു ഓർഡർ RVNL എന്ന സ്റ്റോക്കിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 8 ആഴ്ചയായി അല്ലെങ്കിൽ 10 ആഴ്ചയായി സ്റ്റോക്കിന് 250 എന്ന ലെവലിനടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. 260, 265 എന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 280, 300 തുടങ്ങിയ ലെവലുകളിലേക്ക് RVNL ഉയർന്നേക്കാം. 240 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്